കൊച്ചിയിൽ നടത്താനിരുന്ന ഇന്ത്യ ഹോങ്കോങ് ഫുട്ബോൾ മത്സരം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം നീങ്ങി. GCDA ആവശ്യപ്പെട്ട തുക കേരള ഫുട്ബോൾ അസോസിയേഷൻ അടച്ചു. പണം അടയ്ക്കാത്തത് മൂലം ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനെ കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇന്ത്യൻ ടീം നിശ്ചയിച്ച വാർത്താ സമ്മേളനം അങ്ങനെ നടക്കാതെ പോവുകയും ചെയ്തിരുന്നു. ഈ മാസം 31-ാം തീയതി, അതായത് ചൊവ്വാഴ്ചയാണ് മത്സരം നടക്കേണ്ടത്. ഹോങ്കോങ് ടീം ഇന്നലെ തന്നെ കൊച്ചിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഡാനി പോൾ വിവരങ്ങൾ നൽകും. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ ഹോങ്കോങ് ടീം എത്തി, ഇന്ത്യൻ ടീമുണ്ട്. ഇന്ത്യൻ ടീം ആകെ സ്റ്റേഡിയത്തിലെത്താൻ ശ്രമിച്ചിട്ട് നടന്നില്ല, വാർത്താ സമ്മേളനം നടന്നില്ല. ഏതാണ്ട് നിരാശനായി ഇന്ത്യൻ കോച്ച് പോകുന്ന സാഹചര്യം. വലിയ വിമർശനം ഉയർന്നതാണ് GCDAയുടെ നിലപാടിൽ. KFA അങ്ങനെ പണമടച്ചു. പക്ഷേ ഇത് നേരത്തെ ബ്ലാസ്റ്റേഴ്സിനെതിരെയും ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്ഥിരമായി സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനെ എങ്ങനെയാണ് അതൊരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്താൻ കഴിയുക? ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ നേരത്തെയും പലതവണ ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്. കൃത്യമായി എൽദോയ്ക്ക് ഇതിനൊരു നടപടിയും മറ്റു കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. ഇതിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി ഈ സ്റ്റേഡിയത്തിലെ വാടക സംബന്ധിയായ കരാറിൽ വലിയ അനിശ്ചിതത്വം നേരിട്ടു. തുടർന്ന് വന്നത് ദേശീയ ടീമാണ്, ഇന്ത്യൻ ടീമാണ് പിന്നീട് വന്ന ഈ കുരുക്കിലേക്ക് പെടുന്നതെന്നാണ് ദേശീയ ടീമിൻ്റെ കോച്ചും കളിക്കാരും അടക്കമുള്ളവരുടെ വാർത്താ സമ്മേളനത്തിനെത്തുമ്പോൾ അടച്ചിട്ട വാതിലായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്നത്. അകത്തേക്ക് പോകാൻ കഴിയില്ല. അവർക്ക് ഈ ഫീസ് സംബന്ധിയായ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഇതൊന്നും അറിയില്ല. കാരണം സ്റ്റേഡിയത്തിലേക്ക് വരുന്നു, കളിക്കുന്നു, അവർ തിരിച്ചു പോകുന്നു എന്നതാണ്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ അടച്ചിട്ട ഒരു സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അവരോട് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകളാണ് പറയുന്നത് സ്റ്റേഡിയത്തിൽ പ്രവേശനമില്ല എന്നതും ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നതും. തുടർന്ന് അവർ തിരിച്ചു പോകുന്നു. വളരെ അപമാനിതരായിട്ട് അവർ തിരിച്ചു പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. GCDA ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ. ഈ പണം അടച്ചതിന് ശേഷം മതി കളി എന്ന രീതിയിൽ തന്നെയാണ് അവർ നിലപാടെടുക്കുന്നത്. ബ്ലാസ്റ്റേഴ്സും അതിൻ്റെ ഒരു കടുപ്പം അറിഞ്ഞതാണ്. ഇപ്പോൾ ദേശീയ ടീം തന്നെ അത് നേരിടേണ്ടി വരികയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ ടീം ഇവിടെ എത്തുകയും പിന്നീട് അവർക്കിവിടെ പരിശീലനം നടത്താൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. അവർ ബ്ലാസ്റ്റേഴ്സ് പരിശീലനം നടത്തുന്ന തൃപ്പൂണിത്തുറയിലൊരു മൈതാനത്തേക്ക് അവരുടെ ദേശീയ ടീമിൻ്റെ പരിശീലനം മാറുന്നു. അതിനിടയിൽ ഹോങ്കോങ് ടീം നിശ്ചയിച്ച പ്രകാരം ഇവിടേക്ക് എത്തുകയും ചെയ്തു. ഇതിനിടയിൽ ഈ സ്റ്റേഡിയത്തിൽ കളി നടക്കുമോ എന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നതായിരുന്നു. ഇന്നലെ ആ പണം അടച്ച് അത് ക്ലിയർ ചെയ്തതായിട്ട് KFA പ്രസിഡന്റ് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫീയും അതോടൊപ്പം തന്നെ ഒരു കരുതൽ ധനം എന്ന രീതിയിലുള്ള പണവും അടക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ അടച്ച് തീർത്തിരിക്കുന്നു. ഇനിയിപ്പോൾ മാർച്ച് 31-ന് ഇന്ത്യയും ഹോങ്കോങ്ങും തമ്മിലുള്ള മത്സരത്തിന് കൊച്ചി വേദിയാവുന്നുവെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇതിലുള്ളൊരു വിഷയം എൽദോ ചോദിച്ചതുപോലെ ഈ വിഷയത്തിൽ എന്താണ് ഇത്തരം ഒരു ചർച്ചകൾ എന്നാണ്. അതിൽ ഇത് ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് എത്ര കണ്ട് ഉതകുന്നു എന്നൊരു ചോദ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. സ്ഥലം MP ഹൈബി ഈഡൻ, അതോടൊപ്പം തന്നെ MLA TJ വിനോദ് തുടങ്ങിയവരെല്ലാം GCDA നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു. ഇത് കൃത്യമായൊരു നടപടിയല്ല, ദേശീയ ടീമിനെ അടക്കം അപമാനിക്കുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ GCDA ചെയർമാൻ്റെ അടക്കം പ്രതികരണം ഈ കാര്യത്തിൽ എന്താണ് നിലപാട്? ഒരു ദേശീയ ടീം മത്സരിക്കും, നമ്മുടെ തന്നെ ദേശീയ ടീം ഇവിടെ എത്തുമ്പോൾ ഈ വിഷയത്തിൽ ഇത്ര കടുംപിടുത്തവും കാര്യങ്ങളും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കർക്കശ നിലപാട് സ്വീകരിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരണം തേടാൻ ശ്രമിച്ചെങ്കിലും അതുണ്ടായില്ല. ഏതായാലും ഇപ്പോൾ അനിശ്ചിതത്വം നീങ്ങിയിരിക്കുന്നത് KFA മാച്ച് ഫീ അടക്കമുള്ള കാര്യങ്ങൾ അടച്ചുകൊണ്ടാണ് ഇപ്പോൾ അത് മാറിയിരിക്കുന്നത്. GCDA ഒരു നിലപാട് ഗ്രൗണ്ട് മെയിൻ്റെനൻസും കാര്യങ്ങൾക്കെല്ലാം പണം ആവശ്യമാണ് എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏതായാലും മാർച്ച് 31-ന് മത്സരം നടക്കുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.